അല്പം മുമ്പ് അർജുൻ തന്നെ അയച്ച വാർത്തയുടെ ആ വരി ഞാൻ വായിക്കാം. കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ്റെ 3 വയസ്സുകാരൻ മകൻ ദൈവിക് ചിതയ്ക്ക് തീ കൊളുത്തി. അതിനപ്പുറം എന്തു പറയാനാണ്? തീർച്ചയായും അത്രയ്ക്ക് വികാരയുതമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കണ്ടത്. അത്തരത്തിലൊരു മകൻ, 3 വയസ്സുള്ള ഒരു മകനാണ് സ്വന്തം അച്ഛന്റെ ചിതയ്ക്ക് തിരി കൊളുത്തേണ്ട ഒരു അവസ്ഥ, തീ കൊളുത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. അത്തരത്തിൽ വലിയ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ വീട് ഇപ്പോൾ കടന്നുപോയത്. വിശ്വാസ് കൃഷ്ണന്റെ വീട് ഇപ്പോൾ കടന്നുപോയത്. ആ മകനും ആ ചെറിയ മകനും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളും ചേർന്നുകൊണ്ടാണ് തിരി കൊളുത്തിയത്. അർജുൻ, കിരൺ തുടങ്ങിയവർ അവരുടെ ബന്ധുക്കാരും കൂടെ ഉണ്ടായിരുന്നു. ഇവരും കൂടിയാണ് ഈ ചിതയ്ക്ക് തിരി കൊളുത്തിയത്. ആ ഒരു സമയത്ത് എല്ലാവരുടെയും മുഖത്ത് വന്നിട്ടുള്ള ആ ഭാവവ്യത്യാസം അതായിരുന്നു നമ്മൾ കാണേണ്ടത്. അത്രയ്ക്ക് വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമുക്ക് മുൻപിൽ കാണുവാൻ സാധിച്ചത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ ഒരു സമയത്താണ് സ്വന്തം മകൻ, ഒരു 3 വയസ്സുകാരൻ മകൻ, തന്റെ അച്ഛനെ ചിത കൊളുത്താനായി അങ്ങോട്ട് എത്തുന്നത്. ആ ഒരു സമയത്ത് എല്ലാവരുടെയും മുഖത്ത് വന്നിട്ടുള്ള ആ മിന്നിമറിയുന്ന ആ ഭാവം, ആ ഭാവവ്യത്യാസം, അത് മാത്രം മതി എത്രമാത്രം വിഷമമുണ്ട്, എത്രമാത്രം സങ്കടത്തിലാണ് ആ കുടുംബം പോകുന്നതെന്ന്, അല്ലെങ്കിൽ ആ നാട്ടുകാർ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. മാത്രമല്ല 2 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ണൂരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആ 2 പേരുടെ മൃതദേഹം ഇന്ന് എത്തിച്ചെങ്കിലും അതിൽ കണ്ണൂർ സ്വദേശി അനീഷിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചിട്ടില്ല. അത് ആശുപത്രിയുടെ മോർച്ചറിയിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ ഈ ചിതയിലേക്ക് എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരുങ്ങോം സ്വദേശി